ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 86. ബത്സേദയിലെ ജനക്കൂട്ടത്തോട് ഈശോ പ്രസംഗിക്കുന്നു. ഈശോ ബത്സേദയിലാണ്. അവിടേക്ക് വന്ന വള്ളത്തിൽ നിന്നുകൊണ്ട് ഈശോ സംസാരിക്കുന്നു. വള്ളം മിക്കവാറും കരയ്ക്കടുപ്പിച്ച് കടവിലെ ഒരു കുറ്റിയിൽ കെട്ടി. മണൽത്തിട്ടയിൽ അർദ്ധവൃത്താകൃതിയിൽ അനേകം ആളുകൾ ഇരുന്ന് കേൾക്കുന്നു. ഈശോ പറയുന്നു, മനുഷ്യൻ സ്വതന്ത്രനാണ്. ഞാൻ വന്നിരിക്കുന്നത് അവനെ കൂടുതൽ സ്വതന്ത്രനാക്കാനാണ്, പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കാൻ. അത് അരൂപിയുടെ കാര്യമാണ്. അരൂപികളെ വേർതിരിച്ചെടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മെതിക്കളത്തിൽ നിന്ന് ഞാൻ ധാന്യം ശേഖരിക്കുന്നു. ത്യാഗത്തിൻ്റെ ഉപദേശം കൊണ്ട് ഞാൻ അവയെ മെതിക്കുന്നു. തങ്ങളുടെ തന്നെ മനസ്സാകുന്ന മുറം കൊണ്ട് അവയെ ഞാൻ വേർതിരിക്കുന്നു. കനം കുറഞ്ഞ ഉപയോഗശൂന്യമായ പതിർ പറന്നുപോയി എവിടെയെങ്കിലും ചെന്ന് വീഴുന്നു. പക്ഷികൾ അവയെ തിന്നുന്നു. എന്നാൽ പരിശുദ്ധമായ തിരഞ്ഞെടുക്കപ്പെട്ട നല്ല ധാന്യം, എൻ്റെ ധാന്യപ്പുരയിൽ പ്രവേശിക്കുന്നു. ഈ ധാന്യം വിശുദ്ധന്മാരാണ്. അനേകം ശതാബ്ദങ്ങളായി സാത്താൻ നിത്യപിതാവിനെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ മേൽ അവൻ നടത്തിയ ആദ്യ വിജയത്തിന്മേൽ ആഹ്ലാദിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നിന്റെ സൃഷ്ടികൾ എന്നേക്കും എൻ്റേതായിരിക്കും. സ്വർഗം നേടുവാൻ ശിക്ഷയാകട്ടെ, നിന്റെ പ്രമാണങ്ങളാകട്ടെ അവരെ പ്രാപ്തരാക്കുകയില്ല. നിന്റെ വസതിയായ സ്വർഗത്തിൽ നിന്ന് എന്നെ ബഹിഷ്കരിച്ചുവല്ലോ. ആ സ്വർഗം എന്നും ശൂന്യമായിരിക്കും. ഉപയോഗശൂന്യമായ എല്ലാ സാധനങ്ങളെയും പോലെ ശപിക്കപ്പെട്ടവനോട് നിത്യപിതാവ് ഇങ്ങനെ മറുപടി പറഞ്ഞു, മനുഷ്യൻ്റെ മേൽ ഭരണം നടത്താൻ നിന്റെ വിഷം മാത്രമേ ഉള്ളൂ എങ്കിൽ നിനക്കത് ചെയ്യാൻ കഴിയും. എന്നാൽ ഞാൻ എൻ്റെ വചനത്തെ അയക്കും. അവൻ്റെ വാക്കുകൾ നിന്റെ വിഷത്തിനെതിരായി പ്രവർത്തിക്കും. ഹൃദയങ്ങളെ അവ സുഖപ്പെടുത്തി ആരോഗ്യം നൽകും. മനുഷ്യരെ ദുഷ്ടരാക്കുന്നതിന് നീ വരുത്തിവെച്ച മാനസിക അസ്വസ്ഥ്യങ്ങളിൽ നിന്ന് അവൻ അവരെ സുഖപ്പെടുത്തും. അപ്പോൾ അവർ എൻ്റെ പക്കലേക്ക് തിരിച്ചു വരും. അങ്ങനെ സ്വർഗം ആത്മാക്കളെ കൊണ്ട് നിറയും. ഞാൻ സ്വർഗം ഉണ്ടാക്കിയത് അവർക്ക് വേണ്ടിയാണ്. നിന്റെ ഭയാനക രാജ്യത്തിൽ നീ ശപിക്കപ്പെട്ട തടവുകാരനായി കഴിയും. ദൈവത്തിൻ്റെ ശില നിന്റെ മേൽ വയ്ക്കപ്പെടും. ദൈവദൂതന്മാർ അതിൽ മുദ്ര വയ്ക്കും. അന്ധകാരവും വിദ്വേഷവും നിന്റെയും നിന്റെ അനുയായികളുടെയും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. എന്നെ അനുഗമിക്കുന്നവർ പ്രകാശവും സ്നേഹവും അനുഭവിക്കും. അതിരില്ലാത്ത നിത്യമായ ഭാഗ്യവും ആനന്ദവും സ്വാതന്ത്ര്യവും അനുഭവിച്ച് അവർ സ്തുതിഗീതങ്ങൾ ആലപിക്കും. അപ്പോൾ പരിഹാസപൂർവ്വം പൊട്ടിച്ചിരിച്ചുകൊണ്ട് സാത്താൻ ആണയിട്ട് പറഞ്ഞു, എൻ്റെ നരകത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ പറയുന്നു, സമയമാകുമ്പോൾ ഞാൻ വരും. നിന്റെ സുവിശേഷകർ എവിടെയെല്ലാം ഉണ്ടായിരിക്കുമോ അവിടെയെല്ലാം ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും. ഞാനാണോ നീയാണോ വിജയിക്കുന്നതെന്ന് നമുക്ക് കാണാം. സാത്താൻ തീർച്ചയായും നിങ്ങൾക്ക് കെണികൾ വയ്ക്കുന്നുണ്ട്. ഞാനും നിങ്ങളെ തിരിച്ചെടുക്കുവാൻ വേണ്ടി എൻ്റെ നയങ്ങൾ പ്രയോഗിക്കുന്നു. മത്സരിക്കുന്നവർ 2 പേരാണ്, ഞാനും അവനും. നിങ്ങൾ ഇടയ്ക്കാണ്. സ്നേഹവും വിദ്വേഷവും, ജ്ഞാനവും അജ്ഞതയും, നന്മയും തിന്മയും, ഇവ തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം നിങ്ങളുടെ മുകളിലും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾക്കെതിരായുള്ള ഏത് പ്രഹരത്തെയും മാറ്റിക്കളയാൻ ഞാൻ മതി. എന്നാൽ ആന്തരികമായി നിങ്ങൾക്ക് അടിയേൽക്കുമ്പോൾ എൻ്റെ പക്കലേക്ക് ഓടി വന്നുകൊണ്ട് ആ പ്രഹരങ്ങളെ നിങ്ങൾ തന്നെ തടയണം. സത്യവും ജീവനുമായ എൻ്റെ വഴികളിൽ നിങ്ങൾ വ്യാപരിക്കണം. സ്വർഗത്തെ ആഗ്രഹിക്കാത്തവർ ഇത് നേടുകയില്ല. ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാൻ സാധിക്കാത്തവൻ കനം കുറഞ്ഞ പതിര് പോലെയാണ്. ലോകത്തിൻ്റെ കാറ്റിൽ അത് പറന്നു ദൂരെ പോകും. ക്രിസ്തുവിൻ്റെ ശത്രുവായവൻ സാത്താൻ്റെ രാജ്യത്തിൽ വളരുന്ന നാശത്തിൻ്റെ വിത്തായിരിക്കും.